നിനക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാനുണ്ടെങ്കിൽ നിനക്ക് ഞാൻ നിന്നെയും കൂടി വെല്ലുവിളിക്കുന്നു. നമുക്കൊരു പ്ലാറ്റ്ഫോം എടുത്ത് നിനക്ക് ആ പ്ലാറ്റ്ഫോമിലേക്ക് നീ തങ്കപ്പനെയും കൊണ്ടുപോവാ, ഞാനും കുറച്ച് പേരെ കൊണ്ടുവരാം, നമുക്ക് കുറച്ച് ചോദ്യം ഉത്തരം കളിക്കാം. നാട്ടുകാർ കാണട്ടെ. അതല്ല അതിൻ്റെ ഒരു രസം, ഹരം. വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് റിക്വസ്റ്റ് കൂടിയുണ്ട്. ഞാൻ ഇവരുടെ പ്രൊഫൈല് പിക്ചർ ഒന്നും കാണിക്കുന്നില്ല. കാരണം വെച്ചാൽ നിങ്ങൾ അവരുടെ പ്രൊഫൈൽ കണ്ടുപിടിച്ച് അവനെ പോയിട്ട് തെറി വിളിക്കാൻ വേണ്ടി പോവും. ഒരു കാര്യമില്ല, അവൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളയും, മുക്കും. എന്നിട്ട് അവന് അനുകൂലമായി വരുന്ന കമൻറ്റുകൾ മാത്രം അവിടെ കീപ്പ് ചെയ്യും. അതിന് അവൻ റൈറ്റ്സ് ഉണ്ട്, കാരണം അവൻ്റെ കമൻറ്റ് ബോക്സ് അല്ലേ. അവന് അത് ഡിലീറ്റ് ചെയ്ത് കളയാം, ബ്ലോക്ക് ചെയ്യാം. പക്ഷേ ഈ നാട്ടുകാരെ മൊത്തം ആക്കിയിട്ട് എന്നിട്ട് കമൻറ്റ് ബോക്സ് ബുക്ക് ചെയ്തിട്ട് ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പ്രൊഫൈൽ കൊടുത്ത് നമ്മൾ റീച്ച് ആക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യത്തിൽ. പിന്നെ എനിക്ക് റൈറ്റ്സ് ഉണ്ട് ഈ ഒരു കാര്യത്തിൽ റിയാക്ട് ചെയ്യാനായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്നെ പേഴ്സണലിയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിലല്ല, ഈ ഒരു കാര്യത്തിലാണെങ്കിൽ പോലും എൻ്റെ പേഴ്സണലി എൻ്റെ തന്തയ്ക്കും വിളിച്ചിട്ടുള്ള കാര്യം കൊണ്ട് എനിക്കിവനെ ആവശ്യത്തിൽ കൂടുതൽ പറയാനുള്ളൊരവസരമുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു വീഡിയോ കുറച്ച് എന്താ പറയുക, ഒരു ലിമിറ്റഡ് തെറിയൊക്കെ ഞാൻ പറയുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ഞാൻ ഇതേപോലെ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാനുള്ള കാരണം എനിക്കെതിരെയുള്ള ഒരു അറ്റാക്ക് ഉള്ളത് കൊണ്ടാണ്. സോ ലീഗലി ഞാനത് ചെക്ക് ചെയ്തപ്പോഴും അത് ഓക്കെ, അതുകൊണ്ട് അവർ പറയാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയുവാണ്. ഓക്കെ, ഇത്ര ദിവസം വീഡിയോ അത് അതിൻ്റെയൊക്കെ ചെറിയ കാരണം കൊണ്ടാണ് അതിന് പോയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു. റിപ്ലൈ കൊടുക്കാത്തത് എന്തേ എന്ന് പറയുന്ന സുഹൃത്തുക്കൾക്ക്, നമ്മൾ ഒരു വിഷയത്തിൻ്റെ പുറത്തായിരുന്നു നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതായത് അയർലൻഡിൽ ഒരു പയ്യൻ്റെ മരണത്തെ തുടർന്നുള്ള വിഷയത്തെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ നമ്മൾ ആക്ച്വലി ഒരു വീഡിയോ ചെയ്തിട്ട് അങ്ങനെ നിർത്തുമായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ റീച്ച് കുറയ്ക്കാൻ വേണ്ടി ഒരു കുണാണ്ടർ വന്നിട്ട് ആ വിഷയത്തിനെ മൊത്തം അങ്ങോട്ട് വൈറ്റ് വാഷ് ചെയ്ത് വിട്ടു. അപ്പോൾ അതിന് റിയാക്ട് ചെയ്തു, വീണ്ടും വീഡിയോ ചെയ്തു, വീണ്ടും റിയാക്ട് ചെയ്തു. ഇതെല്ലാം ബേസ്ഡ് ഓൺ ആ അയർലൻഡ് ടോപ്പിക്കായിരുന്നു. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഈ മൈത്താണ്ടി ഇവൻ ആക്ച്വലി ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നു. അതായത് ഒരു വിഷയത്തിൽ സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ സംസാരിക്കണം, അല്ലാതെ എൻ്റെ തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ തന്ത സാം തീട്ടത്തിൽ ഞാൻ വിളിക്കും എന്ന് ഇവിടെ പറയുകയാണ്. ഓക്കെ, നിനക്ക് വിഷയത്തിൽ സംസാരിക്കാനുണ്ടെങ്കിൽ നീ വിഷയത്തിൽ സംസാരിക്കും, അല്ലാതെ പേഴ്സണലി അറ്റാക്ക് ചെയ്ത് കളിക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾ എനിക്കും കിട്ടും. നമ്മൾ ഇവിടെ ഒരാളുടെ വിഷയത്തിലാണ് ടോപ്പിക്ക്. ആണുങ്ങളാണെങ്കിൽ ആണുങ്ങളെ പോലെ ഒരു ടോപ്പിക്കിൽ ഉറച്ചു നിന്ന് സംസാരിക്കുക, അല്ലാതെ നീ എൻ്റെ തന്തയ്ക്ക് വിളിച്ച് കളിക്കുക. അപ്പോൾ സ്റ്റാം തീട്ടത്തിൽ ഞാൻ വിളിക്കണ്ടേ? നിൻ്റെ തന്തയ്ക്ക് വിളിക്കണ്ടേ? ഞാൻ വിളിക്കും, എനിക്ക് മടിയില്ലാത്തവനാ, ഞാൻ വിളിക്കും. ഓക്കെ, പിന്നെ ഇത്ര ദിവസം നമ്മൾ റിയാക്ഷൻ ചെയ്യാതിരുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടോപ്പിക്കിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് വാദപ്രതിവാദങ്ങളാവാം അന്തസ്സായിട്ട്. വല്ലവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് നക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണി നീ എടുത്തോ, പക്ഷേ അതിനൊരു മാന്യതയോടുകൂടി പണിയെടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിനക്കുള്ള റിപ്ലൈ ഇന്നല്ല, ഇത് നിൻ്റെ ഈ എന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്തതിൻ്റെ ഉള്ള റിപ്ലൈ ആട്ടോ. നീ ഇന്നലെ ഒരു കോമഡി വീഡിയോ പടച്ചു വിട്ടിട്ടുണ്ടല്ലോ. കോമഡി വീഡിയോക്കുള്ള ഉത്തരം ഞായറാഴ്ച വരും. എന്തുകൊണ്ട് ഞായറാഴ്ച എന്ന് പറയുന്ന ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് ഞായറാഴ്ച കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുള്ളത്? അറസ്റ്റ് ചെയ്യാം, പോലീസ് അറസ്റ്റ് ചെയ്യാം. ഓക്കെ, നീ ഞായറാഴ്ച വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. ഇപ്പോൾ എല്ലാ കാര്യങ്ങളോടും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നീ കുറച്ച് ചാറ്റുകളും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടില്ലേ, അതിൻ്റെ വേറെ കുറച്ച് ചാറ്റുകളും കാര്യങ്ങളും ഞങ്ങൾ പുറത്ത് വിടണ്ടേ? ബ്ലീഡിങ് ലൈക്ക് എ റിവർ വേണ്ടേ? തരാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫാമിലിക്ക് സംശയം തോന്നി, നാട്ടുകാർക്ക് സംശയം തോന്നി. എന്നിട്ട് ഇവിടുത്തെ മറുനാടൻ മലയാളി, ഇതേപോലെ തന്നെ നമ്മുടെ ബ്രിട്ടീഷ് മലയാളിയൊക്കെ പോസ്റ്റുകളിട്ട് ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പീഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഓസ്ട്രേലിയ ഒരു പയ്യനെ നൈസായിട്ട് കൊന്നിട്ടൊരു ഭാര്യ നാട്ടിൽ വന്ന് അഭിനയിച്ച് തകർത്ത് തിമിർത്ത് പോയത് ഈ ചങ്ങായിക്ക് അറിയില്ലായിരുന്നു തോന്നുന്നു. നിങ്ങൾ അഭിനയിക്ക് തകർക്ക്, നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ സത്യം വിജയിക്കട്ടെ. നമുക്ക് ഇത്രയും പറയുന്നു. ഞങ്ങൾ ഇതുവരെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എല്ലാവരും എക്സ്പോസ് ചെയ്ത് നമ്മൾ ഇതുവരെ ആരുടെ പേരും പറഞ്ഞിട്ടില്ല, നമ്മൾ ഒരാളുടെ ഫോട്ടോ പോലും കാണിച്ചിട്ടില്ല.
പക്ഷെ ഇവൻ വന്ന് ഇന്നലെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു, ഇവരാണ് എല്ലാവരും എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്ത് എക്സ്പോസ് ചെയ്തിട്ട് പോയി. അതാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇനി ഇതേപോലത്തെ കുറേ സാധനങ്ങൾ പുറത്ത് വരാനുണ്ട്. പിന്നെ മറ്റേ സാൻജോടെ നിങ്ങൾ എന്തൊക്കെയോ അവിഹിതം പടച്ചു വിടുന്നു, അവൻ കള്ളുകൂടിയനാണെന്ന് പടച്ചു വിടുന്നു, അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ കയ്യിൽ കാണുമല്ലോ. അതൊക്കെ പുറത്ത് വരട്ടെ, അതൊക്കെ എല്ലാം പുറത്ത് വരട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള സകല തെളിവുകളും പുറത്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് ഒരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ഇതൊരു സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റ് ഇപ്പം പേഴ്സണലി അറ്റാക്ക് ചെയ്തതിന് അനുസരിച്ച് നമുക്കിവിടെ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എൻ്റെ തന്നെ 2 ലോയേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്ത് ലീഗലായിട്ട് മൂവ് ചെയ്യാനുള്ള പരിപാടി അവർ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം വെച്ചാൽ എനിക്കിങ്ങനെ നേരിട്ട് തെറിവിളിച്ച് കളിക്കാനാണ് എനിക്കിഷ്ടം നേരത്തേക്ക്. അപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവൻ പണ്ട് രാഷ്ട്രീയം കളിച്ച് നല്ല തെറിവിളി കിട്ടിയതാണെങ്കിൽ എനിക്ക് രാഷ്ട്രീയമൊന്നും കളിക്കേണ്ട ആവശ്യമില്ല ഈ തെറിവിളി പറയാനായിട്ട്. അതൊക്കെ നമുക്ക് കിട്ടുന്നൊരു സാധനമാണ്. മനസ്സിലായോ? പിന്നെ ഒരു കാര്യം പറയാം, നീ പേഴ്സണലി അറ്റാക്ക് ചെയ്ത് കളിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ നിൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ വിളിക്കണ്ടേ? നിൻ്റെ കുടുംബക്കാരെയൊക്കെ ഞാനും വിളിക്കട്ടെ വീട്ടിൽ കയറി വന്നിട്ട്? എടാ, ഒരു പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിപാടിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് വർക്ക്. അല്ലാതെ പേഴ്സണലി അറ്റാക്ക് ചെയ്ത് പിന്നെ ഇപ്പം പറയുക ഭാര്യയെ പണിക്ക് വിട്ട് നീയും ഭാര്യയുടെ വിസയിൽ വന്നിട്ടല്ലേ ഇവിടെ കൊണാണ്ടറേ അല്ലേ? നീ ഇവിടെ വന്നിട്ട് ഒരു ജോലിക്ക് പോയി, ഞാൻ ജോലിക്ക് പോയില്ലാന്ന് നിൻ്റെ അടുത്ത് ഏത് നാറിയാണോ പറഞ്ഞേ? ഒരു പക്ഷേ നീ ഉണ്ടാക്കുന്നതിൽ കൂടുതൽ ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ടാവും. യൂറോപ്യൻ ഡ്രീംസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ കമ്പനിയാണ്. അത് ഇപ്പം ഇന്നലെയൊക്കെ മെസ്സേജ് അയക്കാൻ നിനക്ക് വീഡിയോ ഇടാതിരുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ വർഷാവസാനമാണ്, ടാക്സ് ഫയൽ ചെയ്യണം. ഇനി ഈ വീഡിയോ കഴിഞ്ഞിട്ട് വേണം അതിന് ബാക്കി പരിപാടി ചെയ്തിട്ട് 2 ദിവസം കൂടി ഉള്ളൂ ടാക്സ് ഫയൽ ചെയ്യാനായിട്ടേ. നാട്ടിലും ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ട്. വെറുതെ ഒന്നല്ല, എനിക്ക് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഉണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞുകൊണ്ട് പുതിയൊരു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. കാരണം വെച്ചാൽ നമ്മുടെ ഒരു പുതിയൊരു ആൽക്കഹോൾ ബ്രാൻഡും കൂടി നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മൂവി ഡിസ്ട്രിബ്യൂഷൻ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സ്പൈസസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ റിലയൻസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു 10% ഓഹരി എൻ്റെ പേരിലാണ്, എനിക്കാണ്. ഓക്കെ, ഇപ്പോൾ അവരുടെ കണ്ടെയ്നേഴ്സ് വരുന്ന ദിവസമായി അതിൻ്റെ വീഡിയോസ് ഞാൻ ഇപ്പോൾ സൈഡിൽ കൊടുത്തേക്കാം. ഇനിയിപ്പോൾ അതിനുവേണ്ടി സമയം കളയണ്ടല്ലോ അല്ലേ? അപ്പോൾ ഗായ്സ്, ഇത്രയൊക്കെ പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരെ പോലെ വന്നിട്ട് കുടാണ്ടർ കളിച്ച് വന്ന് ഈ ഇൻസ്റ്റയിൽ ഞാനിതാ ചെയ്യുന്നു, ഞാൻ പാർട്ടിയുടെ മറ്റേ കുടാണ്ടറാണെന്ന് പറഞ്ഞ് നടക്കാനുള്ള ആ പരിപാടി നമുക്ക് അറിയാഞ്ഞിട്ടല്ല, നാണം ഉണ്ടെങ്കിൽ ആ പരിപാടി എന്തിനാണ് ചെയ്യുന്നത്? ആളാവാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഒരു പരിപാടി ഒരു പോയിന്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ വർക്ക് ചെയ്യാതെ എൻ്റെ തന്തയ്ക്ക് വിളിച്ച് കളിച്ചാൽ ഞാൻ നിൻ്റെ തന്തയ്ക്കും വിളിക്കും. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്നത് എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ഭാര്യയ്ക്ക് പണിക്ക് പോകണോ പണിക്ക് വിടണ്ടോ എന്ന് ചോദിക്കാൻ നീ ആളല്ല. നീ നിൻ്റെ ഭാര്യയെ പണിക്ക് വിട്ടാൽ മതി. നീ നിൻ്റെ ഭാര്യയെ പണിക്ക് വിട്ടിട്ട് നീ പണിക്ക് പോവേ നീ എന്തേലും ചെയ്യ്. അത് എൻ്റെ ഇഷ്ടം. ഞാൻ നിൻ്റെ കുടുംബത്തിൽ വന്ന് നോക്കിയാടാ അപരാധി എന്ന് ചോദിക്കാൻ എനിക്ക് മടിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ ചോദിക്കുന്നില്ല. കുറച്ച് മാന്യനാണ്. മാന്യെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെക്കാട്ടി തറ മാന്യനാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, പേഴ്സണലായിട്ട് എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാനോ പറയാനുണ്ടെങ്കിൽ നേരിട്ട് വിളിക്ക്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ എന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസിൽ നിന്ന് വഴി മാറിപ്പോകുമെന്ന് നിൻ്റെ അടുത്ത് ഏതെങ്കിലും കൂട്ടിയിട്ടുള്ള തെറിയാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ആ നായക്കൾ ആരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള പൈസ നീ മേടിച്ച് നക്കിക്കോ. അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്ത് നിർത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെപ്പോലെ തന്നെ അനേകം ഇൻഫ്ലുവൻസേഴ്സ് കളത്തിലേക്ക് ഞങ്ങൾ ഇറക്കും. പിന്നെ എടാ, ഒരു കാര്യം ചോദിക്കട്ടെ, ഞായറാഴ്ച പറയേണ്ട വീഡിയോ ആണ്, പക്ഷേ ഞാനിപ്പോൾ ഒന്ന് ചോദിക്കുക. ഇവർക്ക് ഈ കാസർഗോഡ് പോയിട്ട് എന്തിനാണ് ഇത് കൊടുക്കുന്നത്? ഇവരുടെ നാട്ടിലൊന്നും ഇല്ലേ? അത് നമ്മുടെ കൊച്ചിക്കകത്തുണ്ട്. ഇതിൻ്റെ തങ്കുമൊക്കെ കൊച്ചി അവിടെയൊക്കെ അല്ലേ? അവൻ അവിടെ തന്നെ കൊടുത്തൂടെ? അതിനകത്തേക്ക് തങ്കുവിന് അവിടെ കൊടുത്തൂടെ? തങ്കുവിന് എന്തുകൊണ്ട് ഒരു മീറ്റിംഗ് ഇല്ലെങ്കിൽ ഒരു മീഡിയ കോൺഫറൻസ് അവിടെ കൊടുത്തൂടാ? ഇനിയിപ്പോൾ അവരുടെ വീട്ടിലേക്ക് ആളെ വിടണോ? അതിന് വേണമെങ്കിൽ ഞാൻ കുറച്ച് മീഡിയാസിനെ അങ്ങോട്ട് വീട്ടിലേക്ക് വിടാം. ഞാനിവിടെ വെല്ലുവിളിക്കുന്നു നിൻ്റെ തങ്കുവിനെയും നിൻ്റെ തങ്കമ്മനെയും പിന്നെ നീയും ഒരുമിച്ചിരുന്ന് കോൺഫറൻസ് കൊടുക്കുക. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആവുമല്ലോ, ഒരു പ്രോപ്പർ സ്റ്റേറ്റ്മെൻ്റ് ആവുമല്ലോ. എന്നിട്ട് ഞങ്ങളൊരു കോൺഫറൻസ് അങ്ങോട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ വേണ്ട, എല്ലാവർക്കും ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം ഞാൻ തരാം. ഞാനൊരു പ്ലാറ്റ്ഫോം വാടകയ്ക്ക് എടുക്കുന്നു. ഓക്കെ, അതിന് നീ തങ്കും തങ്കമ്മയും അതേപോലെ തന്നെ നീയും അതേപോലെ തന്നെ ഞാൻ വരാം. അപ്പുറത്ത് ഹലോ മെല്ലു വരും, ഇപ്പുറത്ത് 2-3 അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഫാമിലി ഉൾപ്പെടെ വരും.
ഇല്ലെങ്കിൽ അതും വിവരങ്ങി വേണ്ട. ഈ തങ്കമ്മയ്ക്കും ഇവരുടെ തന്നെ പള്ളി വികാരിയുടെ മുമ്പിൽ, ഇവരുടെ മുമ്പിൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് കുറച്ച് ഉത്തരം കൊടുത്താൽ മതി. അത് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് വിട്ടേക്കാം. ധൈര്യം ഉണ്ടാ ചോദിക്കട്ടെ. നീ ഒളിച്ചും പാത്തും പോയിട്ട് തങ്കമ്മയും പോയിട്ട് മറ്റേ ഈ പറഞ്ഞ ഇത് കൊടുക്കാൻ നിൽക്കില്ലേ? എന്തിനാണ് പേടിക്കുന്നത്? എന്തിനാണ് പേടിച്ചിട്ട് ഒളിച്ചും പാത്തും പോകുന്നത്? നാട്ടിൽ ഒരാൾ അവരെ തൊടൂല, അതെൻ്റെ വാക്ക്. നാട്ടിൽ ഒരാൾ അവരെ തൊടൂല. പിന്നെ അത് മാത്രമല്ല, ആരൊക്കെ കൊണാണ്ടർമാരെ വിളിച്ചിട്ട് പോലീസുകാരെ കൊണ്ട് ചിലരൊക്കെ ഭീഷണിപ്പെടുത്തി എന്നറിഞ്ഞ് ആ പോലീസുകാരടക്കം ഏറിപ്പോവും. പിന്നെ എന്നെ ഐറിഷ് പോലീസിലേക്ക് എടുക്കാനായിട്ട് ഈ തങ്കപ്പൻ പുതിയ പരിപാടി പറഞ്ഞു എന്ന് കേട്ടു ഇന്നലത്തെ ഒരു പോസ്റ്റിൽ. ഞാൻ ഐറിഷ് പോലീസിൽ പോവും. ഐറിഷ് പോലീസ് ഇപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് നിനക്കറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം അവരെന്താ ചെയ്യുന്നത് ഇപ്പോൾ. കാരണം അവരെന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അപ്പം പറയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകിൽ വളരെ ആക്റ്റീവായിട്ട് കേസുമായിട്ട് വളരെ ആത്മബന്ധമുള്ള ആൾക്കാർ അവിടെയുണ്ട്. അവർ പറയുന്നുണ്ട്. തങ്കപ്പനൊക്കെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ. അയ്യോടോ, നിന്റെ തങ്കപ്പൻ്റെ വേറൊരു കേസ് അറിയാമായിരുന്നോ? നിന്റെ തങ്കപ്പൻ്റെ കേസിൽ ഒരു കാര്യം പറയട്ടെ. അവൻ്റെ മുന്നത്തെ ഭാര്യ അവിടെ പോയി. അവൻ്റെ മുന്നത്തെ ഭാര്യ ഈ തങ്കമ്മ പറയുന്ന പോലെ ഇപ്പോൾ ഒരു തമാശയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ നോക്കിയതാന്ന് പറയുന്ന പോലെ തമാശയ്ക്ക് അങ്ങ് തൂങ്ങിയെന്നാണ് പറയുന്നത്. തങ്കപ്പൻ്റെ മുന്നത്തെ ഭാര്യ. എന്നിട്ടാണ് ഈ തങ്കമ്മയും ഈ പാവം ആ പയ്യൻ സാൻജോ അവനും കൂടിയിട്ട് പുതിയ ഒരെണ്ണത്തിനെ കല്യാണം കഴിച്ചു കൊടുത്തു. ആ ചേച്ചി അവിടെ പോയി. ആ ചേച്ചി ഇങ്ങോട്ട് പോയി. എടാ, നീ വീഡിയോ ചെയ്തു, നോ പ്രോബ്ലം. പൈസ മേടിക്കുന്നതിന് കൂറ് കാണിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇതൊക്കെ കൂടി ഒന്ന് അന്വേഷിക്കും. ഓക്കെ, എന്താണ് തങ്കപ്പൻ്റെ മുന്നത്തെ ഭാര്യയ്ക്ക് പറ്റിയത്? എങ്ങനെയാ മരിച്ചത്? ഒന്ന് പറ. ഓക്കെ, അതിൻ്റെ കുറച്ച് വോയിസ് റെക്കോർഡ് ഞങ്ങളുടെ കയ്യിലുണ്ട്. സമയത്തിനനുസരിച്ച് ഞങ്ങൾ പല കാര്യങ്ങളും പുറത്ത് വിടുന്നതായിരിക്കും. നിൻ്റെ കയ്യിൽ കുറച്ച് റെക്കോർഡ്സ് ഉണ്ടെന്നല്ലേ പറയുന്നേ? റെക്കോർഡ്സ് വിട്. ബ്ലീഡിങ് ലൈക്ക് എ റിവർ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ കുറേ സാധനങ്ങൾ ഇടാം. പിന്നെ ഈ പറഞ്ഞ ഗൂഗിൾ ഡ്രൈവിനകത്തേക്ക് പോയത് അത് ക്ലൗഡാണ്. ക്ലൗഡിലേക്ക് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇവിടുത്തെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും, ഇല്ലെങ്കിൽ എടുത്ത് സേവ് ചെയ്ത് വെക്കുന്നതായിരിക്കും. ഭീഷണിപ്പെടുത്താൻ തങ്കമ്മ ആരെ ഭീഷണിപ്പെടുത്താനായിരിക്കും ഈ സാധനം എടുത്തു വെച്ചിട്ടുണ്ടാവുക? എന്തിനായിരിക്കും എടുത്തു വെച്ചിട്ടുണ്ടാവുക? തങ്കമ്മ, ഞാൻ ഇതുവരെ നിങ്ങളുടെ പേരും പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ ഫോട്ടോവും കാണിച്ചിട്ടില്ല. അവൻ കാണിച്ച പോലെ തെണ്ടിത്തരം ഞാൻ കാണിക്കൂല. മര്യാദ. എന്ന് വെച്ചാൽ പേഴ്സണൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു നാറിയാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. അവൻ ചിലപ്പോൾ നിങ്ങളെ നാളെ ഇതൊന്നും പുറത്തു വിടൽ കാര്യമല്ലോ. അതും 2 ചെറിയ കുട്ടികളുടെ ഫോട്ടോസ് ഉൾപ്പെടെ എടുത്ത് പുറത്തു വിടും. അപ്പോൾ ഒരു ഡിഫമേഷൻ ഇല്ലേ അവിടെ? ഒരു ഡിഫമേഷൻ ഇല്ലേ? പേടിക്കണ്ട, ഒരു ഡിഫമേഷൻ അങ്ങോട്ട് കൊടുത്തേക്കാം. ഓക്കെ, നിങ്ങൾ കേസ് കൊടുത്തുന്നല്ലേ പറഞ്ഞു 8 പേർക്കെതിരെ. എന്നിട്ട് എന്തായി? അതിൻ്റെ FIR അവിടെ വരുമോ അതിനകത്തേക്ക്? FIR വേഗം ഒന്ന് കൊണ്ടുവരണം കേട്ടോ. പ്രതീക്ഷിക്കുന്നുണ്ട് FIR. പിന്നെ ഇവൻ്റെ ഇപ്പോൾ ഇന്നലത്തെ വീഡിയോക്കുള്ള റിപ്ലൈ അത് ഞായറാഴ്ചയാണ് ഞാൻ തരുന്നുള്ളൂ. അപ്പോഴേക്കും ഇവൻ വേറെ വീഡിയോസ് കുറച്ച് ഇടുമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞായറാഴ്ച ഒരെണ്ണം തരാം. എന്തുകൊണ്ട് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. ആ റീസൺസ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവിടെ ചെറുതായിട്ടൊന്ന് പാളാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റീസൺസ് ഇപ്പോൾ പറയുന്നില്ല. ഓക്കെ, പിന്നെ ഇത് മദ്യപാനിയായിട്ടുള്ള നമ്മുടെ സാൻജോ, അതായത് മരിക്കുന്നതിൻ്റെ തലേ ദിവസത്തെ പാർട്ടി, സാൻജോ അവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക പാവം. ഇങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് തരാനുണ്ടേ. സാൻജോ മരിക്കുന്ന സമയത്ത് മദ്യപിച്ച് ലക്കില്ലാതെ കിടന്ന്. സാൻജോ പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് മരിക്കുന്നത്. വൈകുന്നേരം മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1, 2 പെഗ്ഗോ 3 പെഗ്ഗൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ സാൻജോ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ പറ, സാൻജോ എത്ര അടിച്ചിട്ടുണ്ട് അതിനകത്ത് ഒന്ന് പറഞ്ഞേ. ഇപ്പോൾ ഭയങ്കര മദ്യപാനിയാണെന്ന് പറഞ്ഞ തങ്കപ്പൻ ഇങ്ങനത്തെ കുറേ ഞങ്ങൾക്ക് വിവരങ്ങൾ വേണം. തങ്കപ്പനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ റെഡിയാണ്. തങ്കപ്പനും തങ്കമ്മയും ഞാൻ വെല്ലുവിളിക്കുന്നു, ഇൻ്റർവ്യൂവിനായിട്ട് വെല്ലുവിളിക്കുന്നു. നിങ്ങൾ വല്ല കോൺഫറൻസിനൊന്നും പോയി പൈസ മുടക്കി അവിടെ ഒന്നും ചിലവാക്കി പോകണ്ട. എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഇല്ലെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങൾ വിവരണം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ഇട്ടിട്ട് ഈ വീഡിയോ പരിപാടി ഇവിടെ കൊണ്ട് നിർത്തും. അതായത് ഇതോടുകൂടി പരിപാടി ഇവിടെ നിർത്തും. തങ്കമ്മയ്ക്കും തങ്കപ്പനും ഒരു സുവർണ അവസരം. ഓക്കെ, എന്താ എടുക്കാൻ താല്പര്യമുണ്ടോ അതിനകത്തേക്ക് വെല്ലുവിളി? പിന്നെ നീ എൻ്റെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും, നിൻ്റെ തന്തയ്ക്ക് വിളിക്കാൻ റേറ്റ്സ് ഉണ്ടല്ലോ.
ഈ സാം തീട്ടത്തിനോട് എനിക്ക് പറയാനുള്ളത്, പേഴ്സണലി അറ്റാക്ക് ചെയ്ത് കളിക്കാനാണെന്നുണ്ടെങ്കിൽ അത് ഈ പരിപാടി കൂടി നിൽക്കൂല എന്നും കൂടി നീ നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, അല്ല ഈ വിഷയത്തിലാണ് നിനക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഊന്നിയുള്ള പോസ്റ്റുകൾ ഇടുക. അല്ലാതെ നീ എൻ്റെ തന്തയ്ക്ക് വിളിച്ച് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിന്നെ പിന്നെ വന്നിട്ട് ഇവിടെ നിന്നിട്ട് ആരതി എടുക്കണോടാ, ആരതി അഖില ലോകം മറ്റേ മറ്റേ ഒന്നും പറയുന്നില്ല ഞാൻ എന്നെ കൊണ്ട്. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോക്കകത്ത് കുറച്ച് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് റൈറ്റ്സ് ഉണ്ട്. കാരണം ഇവൻ എൻ്റെ പേഴ്സണലി എന്നെ അറ്റാക്ക് ചെയ്തതിൽ, എന്നെ പേഴ്സണലി എൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടത്, ഞാൻ പണിക്ക് പോകണോ പണിക്ക് പോകണ്ടേ എന്നുള്ളത് തീരുമാനിക്കാൻ ഈ അപരാധി ആരാ? നീ ഏതാണ് അപരാധി? എൻ്റെ പണി, ഞാൻ പണിക്ക് പോകണോ പണിക്ക് പോകാതിരിക്കണോ നോക്കാൻ വേണ്ടിയിട്ട്. എടാ, ഞാൻ പണിക്ക് പോവും, പോവാതിരിക്കും. ഭാര്യ പണിക്ക് വിടും, പണിക്ക് വിടാതിരിക്കും. നീ നിൻ്റെ കുടുംബത്തെ കാര്യം നോക്കണമെന്നാ. അതല്ലാതെ എനിക്കിതിലെന്തോ പറയാനുള്ളത്. ഓക്കെ, നിനക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാനുണ്ടെങ്കിൽ നിനക്ക് ഞാൻ നിന്നെയും കൂടി വെല്ലുവിളിക്കുന്നു. നമുക്കൊരു പ്ലാറ്റ്ഫോം എടുത്ത് നിനക്ക് ആ പ്ലാറ്റ്ഫോമിലേക്ക് നീ തങ്കപ്പനെയും കൊണ്ടുപോവാ, ഞാനും കുറച്ച് പേരെ കൊണ്ടുവരാം. നമുക്ക് കുറച്ച് ചോദ്യം ഉത്തരം കളിക്കാം. നാട്ടുകാർ കാണട്ടെ. അതല്ല അതിൻ്റെ ഒരു രസം, ഹരം അല്ലേ? അതാണ് എൻ്റെ ഹരം. അല്ലാതെ നീ ഒളിച്ചും പാത്തും കൊണ്ടുപോയിട്ട് ഇജാതി വെടലത്തരം വിളിച്ച് പറയല്ലേ. അതായത് മറ്റേ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, നീ വെയിറ്റ് ചെയ്യുക, അതിന് ഞായറാഴ്ച ഉത്തരം തരാം, ഇപ്പം ഞാൻ പറയുന്നില്ല. ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഗ്രൂപ്പിൽ ഐ ലവ് യു എന്ന് പറഞ്ഞു. ജെൻസി അല്ലേ? അതെ, ജെൻസി, വല്ലവൻ്റെ ഭാര്യ വല്ലവരുടെ അടുത്ത് ഐ ലവ് യു പറയുന്നത് ജെൻസി. ഇനിയിപ്പോൾ ബ്രദറും സിസ്റ്ററും ആണെന്നായിരിക്കുമല്ലേ? ആ തെളിവുകളൊക്കെ പുറത്തു വരുന്നൊരു ദിവസം നാട്ടുകാരൊക്കെ എന്തായിരിക്കും ജെൻസി പിള്ളേരെ പറയാൻ പോകുന്നതെന്നാണ് എനിക്കറിയാത്തത്. എന്തായാലും നീ നിൻ്റെ തെളിവൊക്കെ പുറത്ത് വിട്. വെയിറ്റിംഗ്. ഓക്കെ, നിനക്ക് അവസരമുണ്ട് തങ്കപ്പനെയും കൊണ്ടുവരാനായിട്ട്. പിന്നെ വീണ്ടും വാൺ ചെയ്യുന്നു, പേഴ്സണലി തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനാണെന്നുണ്ടെങ്കിൽ തന്തയ്ക്കും തള്ളയ്ക്കും തള്ളയുടെ തള്ളയ്ക്കും മുത്തിയുടെ മുത്തിക്കും ഞാൻ വിളിക്കും.